Dear students, welcome to my class. Today we are going to study a new lesson entitled The Tiger in the Tunnel. നമ്മളിന്ന് പുതിയൊരു പാഠമാണ് പഠിക്കാൻ പോകുന്നത്. ആ പാഠത്തിൻ്റെ പേരാണ് The Tiger in the Tunnel. ടണൽ എന്ന് വെച്ചാൽ നമുക്കറിയാം തുരങ്കം. അപ്പോൾ ആ തുരങ്കത്തിലെ ആ കടുവ എന്നാണ് നമ്മൾ അർത്ഥം കൊടുക്കുന്നത്. ഓക്കെ. ദ നൈറ്റ് ഈസ് ഡാർക്ക് ആൻഡ് സൈലന്റ്. ആ രാത്രി എന്ന് പറയുന്നത് വളരെ ഇരുട്ടും നിശബ്ദതയും നിറഞ്ഞതായിരുന്നു. എ യങ് ബോയ് ആൻഡ് ഹിസ് ഫാദർ ആർ എലോൺ ഇൻ എ ഹട്ട്. ഒരു കൊച്ചു കുടിലിൽ ഒരു കൊച്ചു കുട്ടിയും അദ്ദേഹത്തിൻ്റെ അച്ഛനും തനിച്ചായിരുന്നു. ഇൻ ദ മിഡിൽ ഓഫ് ദ ജംഗിൾ. ആ ഹട്ട് എന്ന് പറയുന്നത് ഒരു കാടിൻ്റെ നടുക്ക് ആയിരുന്നു. സൂൺ ദ ഫാദർ ലീവ്സ് ഹിസ് സൺ എലോൺ. പെട്ടെന്ന് ആ അച്ഛൻ മകനെ തനിച്ചാക്കി ആ കുടിൽ വിട്ട് പോകുന്നു. ആൻഡ് ഗോസ് ഔട്ട് ഇൻ ടു ദ ജംഗിൾ. എന്നിട്ട് കാട്ടിനുള്ളിലേക്ക് പോകുന്നു. വേർ ഡസ് ഹി ഗോ ആൻഡ് വൈ? എവിടേക്കാണ് അദ്ദേഹം പോകുന്നത്? വൈ? എന്തുകൊണ്ട്? ഓക്കെ, ഇതിൻ്റെ ഉത്തരമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് റീഡ്. വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്? അതിൻ്റെ പിന്നിലുള്ള ആ റീസൺ എന്താണെന്ന് നമുക്ക് വായിക്കാം. ലിസൺ. ടെമ്പു the boy opened his eyes in the dark and wondered if his father was ready to leave the hut on his nighty errand. ടെമ്പു ദ ബോയ്. ആ കുട്ടിയുടെ പേരാണ് ടെമ്പു. അപ്പോൾ ആ കുട്ടി ടെമ്പു ഓപ്പൺഡ് ഹിസ് ഐസ്. തൻ്റെ കണ്ണുകൾ തുറന്നു. ഇൻ ദ ഡാർക്ക്. ആ ഇരുട്ടിൽ. ആൻഡ് വണ്ടേർഡ്. അവൻ അതിശയിച്ചു. ഇഫ് ഹിസ് ഫാദർ വാസ് റെഡി. തൻ്റെ അച്ഛൻ തയ്യാറായിരുന്നു എന്നതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട്. ടു ലീവ് ദ ഹട്ട്. ആ കുടിൽ വിട്ട് പോകുന്നതിന് വേണ്ടിയിട്ട്. ഓൺ ഹിസ് നൈറ്റ് എറാൻഡ്. ആ രാത്രിയിലെ ആ ചെറിയ യാത്രയ്ക്ക് വേണ്ടിയിട്ട്, എന്നുവെച്ചാൽ ഒരു നൈറ്റ് ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് അച്ഛൻ പോകാൻ വേണ്ടി തയ്യാറെടുത്തോ എന്നതിനെക്കുറിച്ച് ഇങ്ങനെ ആ കൊച്ചുകുട്ടി അതിശയത്തോടെ ഇങ്ങനെ ഉണർന്ന് ചിന്തിക്കുകയാണ്. There was no moon that night. ആ രാത്രിയിൽ പ്രത്യേകിച്ച് നിലാവൊന്നും ഇല്ലായിരുന്നു. And the deathly stillness of the surrounding jungle was broken only occasionally by the shrill cry of cicada. And the deathly stillness, ആ ശ്മശാന മൂകത, നിശബ്ദത, of the surrounding jungle, ആ കുടിലിന് ചുറ്റുമുള്ള ആ കാട്ടിലെ ശ്മശാന മൂകത, വാസ് ബ്രോക്കൺ. ഇടയ്ക്കിടയ്ക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇല്ലാതാകുന്നുണ്ട്. ബൈ ദ ഷ്രിൽ ക്രൈ ഓഫ് സിക്കാഡ. സിക്കാഡ എന്ന് വെച്ചാൽ ചീവീട്. ആ ചീവീടിൻ്റെ ആ തുളച്ചു കയറുന്ന തരത്തിലുള്ള ആ ശബ്ദത്താൽ ഒക്കേഷണലി ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും ആ കാടിൻ്റെ നിശബ്ദത ഇല്ലാതാകുന്നുണ്ട്. സംടൈംസ് ചിലപ്പോഴൊക്കെ. ഫ്രം ഫാർ ഓഫ് കെയിം അങ്ങ് ദൂരെ നിന്നും എത്തിച്ചേരും. ദ ഹോളോ ഹാമറിംഗ് ഓഫ് എ വുഡ് പെക്കർ. മരം കൊത്തി തൻ്റെ ആ പൊള്ളയായ മരത്തിൽ ഇങ്ങനെ കൊത്തി പ്രഹരമേൽപ്പിക്കുന്ന ആ
ശബ്ദവും ഇടയ്ക്കിടയ്ക്ക് കേൾക്കാവുന്നതാണ്. ക്യാരിഡ് അലോങ് ഓൺ ദ ഫെയിൻറ്റ് ബ്രീസ്, ആ അവ്യക്തമായ ആ കാറ്റ് ഈ ശബ്ദവും എന്ത് ചെയ്തു? വഹിച്ചുകൊണ്ട് വന്നു. ഓർ അല്ലെങ്കിൽ ദ ഗ്രണ്ട് ഓഫ് എ വൈൽഡ് ബോർ, കാട്ടുപന്നിയുടെ ആ അലർച്ച. കുഡ് ബി ഹേർഡ്, കേൾക്കാൻ കഴിഞ്ഞു. ആസ് ഹി ഡഗ് അപ്പ് എ ഫേവറേറ്റ് റൂട്ട്, അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതോ കിഴങ്ങ് വർഗത്തിൽപ്പെട്ട ആ ചെടിയുടെ ആ വേര് എന്ത് ചെയ്യുന്നു? മാന്തിപ്പറിക്കുന്ന സമയത്ത് അവൻ പുറപ്പെടുവിക്കുന്ന അലർച്ചയും ഇടയ്ക്കിടയ്ക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ബട്ട് ദീസ് സൗണ്ട്സ് വെയർ റെയർ, പക്ഷേ ഈ ശബ്ദങ്ങൾ എന്ന് പറയുന്നത് വളരെ വിരളമായിരുന്നു. ആൻഡ് ദ സൈലൻസ് ഓഫ് ദ ഫോറസ്റ്റ്, ആ കാട്ടിലെ നിശബ്ദത. ഓൾവേസ് റിട്ടേൺ ടു സ്വാളോ ദം അപ്പ്, ഈ ശബ്ദങ്ങളെയെല്ലാം വിഴുങ്ങിക്കൊണ്ട് ആ നിശബ്ദത കാട്ടിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്തു. ഓക്കെ. ബാൽദിയോ ദ വാച്ച്മാൻ വാസ് എവേക്ക്, ആ വാച്ച്മാൻ, അദ്ദേഹത്തിൻ്റെ പേരാണ് ബാൽദിയോ, വാസ് എവേക്ക്, ഉണർന്നു കഴിഞ്ഞിരുന്നു. ഹി സ്ട്രെച്ച്ഡ് ഹിംസെൽഫ്, അവൻ സ്വയം എന്ത് ചെയ്തു? ഒന്ന് നീണ്ടു നിവർന്നു. സ്ലോലി, പതുക്കെ. അൺവൈൻഡിങ് ദ ഹെവി ഷോൾ ദാറ്റ് കവേർഡ് ഹിം, അവൻ പുതച്ചിരുന്ന ആ വലിയ ഷാള് ദേഹത്ത് നിന്നും മാറ്റിയിട്ടുകൊണ്ട് അവൻ എന്ത് ചെയ്തു? പതുക്കെ സ്വയം ഒന്ന് നിവർന്നു. ഇറ്റ് വാസ് ക്ലോസ് ഓൺ മിഡ് നൈറ്റ്, അർദ്ധരാത്രിയോട് അടുത്തിരുന്നു. ആൻഡ് ദ ചിൽ എയർ മെയ്ഡ് ഹിം ഷിവർ, ആ തണുത്ത കാറ്റ്, അന്തരീക്ഷം അവനെ എന്ത് ചെയ്തു? വിറപ്പിക്കുന്നുണ്ടായിരുന്നു. അവൻ ശക്തമായിട്ട് എന്ത് ചെയ്തു? വിറച്ചു. ദ സ്റ്റേഷൻ, ആ റെയിൽവേ സ്റ്റേഷൻ. A small shack backed by heavy jungle, ആ വലിയ ആ കാടിന് സമീപത്തായിട്ടുണ്ടായിരുന്ന തടി വച്ചുണ്ടാക്കിയ ഒരു പുരയായിരുന്നു അവിടുത്തെ ആ സ്റ്റേഷൻ എന്ന് പറയുന്നത്. സ്മോൾ ഷാക്ക് ബാക്ക്ഡ് എന്ന് വെച്ചാൽ ചെറിയ തടി വെച്ചുണ്ടാക്കിയ ഒരു പുര. എവിടെയായിട്ടാ? ബൈ ഹെവി ജംഗിൾ, ആ വലിയ കാടിന് സമീപത്തുണ്ടായിരുന്ന, അതാണ് ദ സ്റ്റേഷൻ. വാസ് എ സ്റ്റേഷൻ ഇൻ ദ നെയിം ഓൺലി, പേരിന് മാത്രമേ സ്റ്റേഷൻ എന്ന് ഉണ്ടായിരുന്നുള്ളൂ. ഫോർ, എന്തുകൊണ്ടെന്നാൽ ട്രെയിൻസ് ഓൺലി സ്റ്റോപ്പ് ദെയർ, ട്രെയിനുകൾ എന്ത് ചെയ്യും? ഒന്ന് നിർത്തുകയേ ഉള്ളൂ. ഇഫ് അറ്റ് ഓൾ ഫോർ എ ഫ്യൂ സെക്കൻഡ്സ്, അതും ഒരിച്ചിരി സെക്കൻഡ് നേരം മാത്രം. ബിഫോർ എൻറ്ററിങ് ഡീപ് കട്ടിങ്, ആ ആഴമേറിയ ആ കട്ടിങ്ങിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ്. ദാറ്റ് ലെഡ് ടു ദ ടണൽ, ആ കട്ടിങ് ഒരു തുരങ്കത്തിലേക്കാണ് നയിക്കുന്നത്. അപ്പോൾ ആ തുരങ്കത്തിലേക്ക് നയിക്കുന്ന ആ ഡീപ്പ് ആയിട്ടുള്ള കട്ടിങ്ങിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ട്രെയിൻ 1-2 സെക്കൻഡ് നേരം ഒന്ന് നിർത്തുകയേ ഉള്ളൂ. മോസ്റ്റ് ട്രെയിൻസ് മിയർലി സ്ലോ ഡൗൺ, മിക്ക ട്രെയിനുകളും ചെറുതായിട്ട് ഒന്ന് സ്ലോ ചെയ്യത്തതേ ഉള്ളൂ. ബിഫോർ ടേക്കിംഗ് ദ ഷാർപ്പ് കർവ് ബിഫോർ കട്ടിങ്, ആ കട്ടിങ്ങിന് മുന്നിലായിട്ടുള്ള ഷാർപ്പായിട്ടുള്ള ആ കർവ് അവിടെ എത്തുന്നതിന് തൊട്ട് മുമ്പ് മിക്ക ട്രെയിനുകളും ഒന്ന്
സ്ലോ ചെയ്യത്തതേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. Baldio was responsible for signaling whether or not the tunnel was clear of obstruction, and his manual signal stood before the entrance. ബാൽദിയോ was responsible. ബാൽദിയോയ്ക്കായിരുന്നു ആ ഉത്തരവാദിത്വം. ഫോർ സിഗ്നലിംഗ്, സിഗ്നൽ നടത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സിഗ്നൽ നൽകുന്നതിന് വേണ്ടി. വെദർ ഓർ നോട്ട്, ആണോ അല്ലയോ. ദ ടണൽ വാസ് ക്ലിയർ ഓഫ് ഒബ്സ്ട്രക്ഷൻ, തടസ്സങ്ങളിൽ നിന്നും. ആ ടണൽ എന്ന് പറയുന്നത് ക്ലിയർ ആണോ അല്ലയോ എന്ന് സിഗ്നൽ നൽകേണ്ട ഉത്തരവാദിത്വം ബാൽദിയോയ്ക്ക് ആയിരുന്നു. ആൻഡ് ഹിസ് മാനുവൽ സിഗ്നൽ, ആ കൈകൊണ്ട് കാണിക്കേണ്ട സിഗ്നൽ, സ്റ്റുഡ് ബിഫോർ ദി എൻട്രൻസ്, ആ എൻട്രൻസിന്റെ മുന്നിലായിട്ടാണ് നിലകൊണ്ടിരുന്നതും. ആൻഡ് ഇറ്റ് വാസ് ഹിസ് ഡ്യൂട്ടി, അവന്റെ കടമയായിരുന്നു, ടു സീ ദാറ്റ് ലാംപ് വാസ് ബേണിംഗ്, ആ വിളക്ക് കത്തി നിൽക്കുകയാണോ എന്ന് എന്ത് ചെയ്യുക, നോക്കുക. ആൻഡ് ദാറ്റ് ഓവർലാൻഡ് മെയിൽ പാസ്ഡ് ത്രൂ സേഫ്ലി, ആ കരമാർഗം കടന്നു പോകുന്ന ആ മെയിൽ സുരക്ഷിതമായിട്ട് കടന്നു പോകുന്നതിന് വേണ്ടി ആ വിളക്ക് അവിടെ കത്തി നിൽപ്പുണ്ടോ ഇല്ലയോ എന്ന് നോക്കേണ്ട കടമ നമ്മുടെ ബാൽദിയോയ്ക്ക് ആയിരുന്നു. അതുവഴി ആ എൻജിൻ ഡ്രൈവർക്ക് സിഗ്നൽ കൊടുക്കുക, ആ ടണൽ സുരക്ഷിതമാണ്, താങ്കൾക്ക് സുരക്ഷിതമായിട്ട് അതുവഴി പോകാം. ഈ ഒരു ജോലിയായിരുന്നു നമ്മുടെ ബാൽദിയോയ്ക്ക് ഉണ്ടായിരുന്നത്. Shall I come to father? അച്ഛ, ഞാനും കൂടി വരണോ? ആസ്ഡ് ടെമ്പു സ്ലീപ്ലി, ഉറക്കച്ചടവോടുകൂടി നമ്മുടെ ടെമ്പു ചോദിച്ചു. സ്റ്റിൽ ലൈയിങ് ഇൻ ഹഡിൽ ഇൻ എ കോർണർ ഓഫ് ദ ഹട്ട്, ആ കുടിലിൻ്റെ ഒരു മൂലയ്ക്ക് ഇപ്പോഴും ചുരുണ്ടുകൂടി കിടന്നുകൊണ്ട് ഉറക്കച്ചടവോടുകൂടി ആ കുട്ടി ചോദിച്ചതാണ്, ഞാനും വരണോ അച്ഛ? നോ, ഇറ്റ് ഈസ് കോൾഡ് ടു നൈറ്റ്, ഡു നോട്ട് ഗെറ്റ് അപ്പ്, ഇന്ന് ഭയങ്കര തണുപ്പാണ്, മോൻ എഴുന്നേൽക്കണ്ട എന്ന് ആ അച്ഛൻ മറുപടി കൊടുക്കുകയും ചെയ്തു. നെക്സ്റ്റ് പാരഗ്രാഫ്. ടെമ്പു ഹു വാസ് ടോൾ, ടെമ്പു 12 വയസ്സുള്ള ഒരു കുട്ടിയായിരുന്നു. Did not always sleep with his father at the station, ആ സ്റ്റേഷനിൽ എപ്പോഴും അച്ഛനോടൊപ്പം ഉറങ്ങാൻ അവന് കഴിഞ്ഞിരുന്നില്ല. ഫോർ എന്നുവെച്ചാൽ ബിക്കോസ്, എന്തുകൊണ്ടെന്നാൽ he had also to help at the home, അവന് വീട്ടിലും സഹായിക്കണമായിരുന്നു. വേർ, എവിടെയാണോ. ഹിസ് മദർ ആൻഡ് സ്മോൾ സിസ്റ്റർ, അവൻ്റെ അമ്മയും കുഞ്ഞനുജത്തിയും. വേർ യൂഷ്വലി എലോൺ, സാധാരണ തനിച്ചായിരിക്കും. അപ്പോൾ ആ വീട്ടിൽ അവരെ സഹായിക്കേണ്ട ചുമതലയും ഈ കുട്ടിക്ക് ആയിരുന്നു. അതുകൊണ്ട് മിക്കപ്പോഴും അച്ഛനോടൊപ്പം സ്റ്റേഷനിൽ ഉറങ്ങാൻ അവന് കഴിഞ്ഞിരുന്നില്ല. They lived, ഈ കുടുംബം താമസിച്ചത് in a small tribal village, ഒരു ചെറിയ ആദിവാസി ഗ്രാമത്തിലാണ്. On the outskirts of the forest, അപ്പോൾ ആ കാടിന് സമീപത്തായിട്ടുള്ള പ്രാന്തപ്രദേശത്തുള്ള ഒരു ചെറിയ ആദിവാസി ഗ്രാമത്തിലാണ് ഈ കുടുംബം താമസിച്ചിരുന്നത്. About 3 miles from the station, ഈ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 3 മൈൽ അകലം ഉണ്ടായിരുന്നു.
their small rice fields, അവർക്കുണ്ടായിരുന്ന ചെറിയ നെൽപ്പാടം, did not provide them more than a bare living, അവർക്ക് കഷ്ടിച്ച് ജീവിക്കാനുള്ളതേ അതിൽ നിന്ന് ലഭിച്ചിരുന്നുള്ളൂ. പ്രൊവൈഡ് എന്ന് വെച്ചാൽ ഗിവ്, നൽകുക. മോർ ദാൻ എ ബെയർ ലിവിങ്, കഷ്ടിച്ച് ജീവിക്കാനുള്ളത് മാത്രമേ അതിൽ നിന്ന് ലഭിച്ചിരുന്നുള്ളൂ. ആൻഡ് ബാൽദിയോ കൺസിഡേർഡ് ഹിംസെൽഫ്, അതുകൊണ്ട് തന്നെ ബാൽദിയോ സ്വയം ചിന്തിച്ചു, ലക്കി, ഭാഗ്യം തന്നെയാണ്, ടു ഹാവ് ഗോട്ട് ദ ജോബ് ഓഫ് കലാസി അറ്റ് ദ സ്മോൾ വേസൈഡ് സിഗ്നൽ ലാമ്പ്, ആ ചെറിയ ആ സിഗ്നൽ ലാമ്പ്, ആ വഴിയോരത്തുള്ള ആ സിഗ്നൽ ലാമ്പില് ഖലാസിയായിട്ട്, ദാറ്റ് മീൻസ് വാച്ച്മാൻ ആയിട്ട് ജോലി കിട്ടിയത് വളരെ ഭാഗ്യമായിട്ടാണ് നമ്മുടെ ബാൽദിയോ കണക്കാക്കിയിരുന്നത് അല്ലെങ്കിൽ ചിന്തിച്ചിരുന്നത്. സ്റ്റിൽ ഡ്രൗസി, ഇപ്പോഴും പകുതി ആ മയക്കത്തോടെ, ബാൽദിയോ ഗ്രോബ്ഡ് ഫോർ ഹിസ് ലാമ്പ് ഇൻ ഡാർക്ക്നെസ്, ഇരുട്ടിൽ തൻ്റെ വിളക്കിന് വേണ്ടിയിട്ട് അവൻ തപ്പി. then fumbled about in search of matches, എന്നിട്ട് വീണ്ടും പരതി നോക്കി തീപ്പെട്ടിക്ക് വേണ്ടിയിട്ട്. when he had produced a light, he left the hut, വിളക്ക് കത്തിച്ചതിന് ശേഷം അവൻ ആ കുടിൽ വിട്ടു. ലെഫ്റ്റ് എന്ന് വെച്ചാൽ ഉപേക്ഷിച്ചു, വിട്ടുപോയി. ക്ലോസ് ദ ഡോർ ബിഹൈൻഡ് ഹിം, അവൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആ കുടിലിന്റെ വാതിൽ ചാരി. ആൻഡ് സെറ്റ് ഓഫ് അലോങ് ദ പെർമനന്റ് വേ, ആ സ്ഥിരം വഴിയിലൂടെ അവൻ എന്ത് ചെയ്തു, യാത്ര പുറപ്പെടുകയും ചെയ്തു. ടെമ്പു ഹാഡ് ഫാളൻ അസ്ലീപ് അഗെയിൻ, വീണ്ടും ആ കുട്ടി ഒന്നും അറിയാണ്ട്, എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാതെ അവൻ ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചതിൻ്റെ പ്രധാന പോയിന്റുകളാണ് പറയുന്നത്, ശ്രദ്ധിക്കൂ. ബാൽദിയോ, who was working in a railway station as a watchman, woke up for going to his nightly errand. രാത്രി ഡ്യൂട്ടിക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ബാൽദിയോ എന്ത് ചെയ്തു, ഉണർന്നെഴുന്നേറ്റു. ടെമ്പു ഹിസ് സൺ ഓൾസോ woke up, അദ്ദേഹത്തിന്റെ മകനായ ടെമ്പുവും ഉണർന്നു. ഹിസ് ഫാമിലി lived in a small village, അദ്ദേഹത്തിന്റെ കുടുംബം ഒരു ചെറിയ ഗ്രാമത്തിലാണ് താമസിച്ചത്. 3 miles away from the station, ആ സ്റ്റേഷനിൽ നിന്നും 3 മൈല് അകലെയായിട്ട്. He took up the job of Kalasi, അദ്ദേഹം ഈ കലാസിയുടെ ജോലി സ്വീകരിച്ചു. because his right fields, അദ്ദേഹത്തിന്റെ നെൽപ്പാടം, did not provide the family with much living, കൂടുതൽ ജീവിക്കാനുള്ള ഒന്നും അതിൽ നിന്ന് ലഭിച്ചിരുന്നില്ല. His job was that to signal whether or not the tunnel was clear of obstruction. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ഇതായിരുന്നു, എൻജിൻ ഡ്രൈവർക്ക് സിഗ്നൽ കൊടുക്കുക. ആ ടണൽ എന്ന് പറയുന്നത് ക്ലിയർ ആണോ അല്ലയോ എന്നുള്ള കാര്യം, എന്തെങ്കിലും തടസ്സമുണ്ടോ ഇല്ലയോ, ഏതെങ്കിലും മൃഗങ്ങൾ അതിൽ വന്ന് പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയിക്കുക. അറ്റ് നൈറ്റ് ഇറ്റ് വാസ് ഹിസ് ഡ്യൂട്ടി, രാത്രിയിൽ അദ്ദേഹത്തിന്റെ കടമയാണ് ടു സീ ദാറ്റ് ലാമ്പ് വാസ് ബേണിംഗ്, ആ വിളക്ക് കത്തി നിൽപ്പുണ്ടോ എന്ന് നോക്കുന്നതും.
ആൻഡ് ദാറ്റ് ദ ഓവർലാൻഡ് മെയിൽ പാസ്ഡ് ത്രൂ സേഫ്ലി. അതുവഴി കരമാർഗം കടന്നു പോകുന്ന ആ മെയിൽ സുരക്ഷിതമായിട്ട് എന്ത് ചെയ്യും, കടന്നു പോവുകയും ചെയ്യും. അതിനുവേണ്ടി ആ സിഗ്നൽ ലാമ്പ് ബേണിംഗ് ആണോ അല്ലയോ എന്ന് നോക്കേണ്ട കടമയും നമ്മുടെ ബാൽദിയോയ്ക്കാണ്. ബാൽദിയോ സെറ്റ് ഓഫ് അലോങ് ദ പെർമനന്റ് വേ. ഉണർന്നെഴുന്നേറ്റ് വിളക്ക് കത്തിച്ച് എന്നിട്ട് ദാണ്ട ചൂട്ട് അല്ലെങ്കിൽ ആ വിളക്കുമായിട്ട് സ്ഥിരമായ വഴിയിലൂടെ ബാൽദിയോ ദാ പോവുകയാണ്. ടെമ്പോ ഹാഡ് ഫോളൻ അസ്ലീപ് അഗെയിൻ. തന്റെ മകനായ ടെമ്പോ വീണ്ടും ഉറക്കത്തിലേക്ക് വീഴുകയും ചെയ്തു. അപ്പോൾ ടെമ്പോ ഇപ്പോൾ ആ കുടിലിൽ തനിച്ചാണ്. അതേപോലെ ഒരു 3 മൈൽ അപ്പുറത്തായിട്ടുള്ള ആ വീട്ടിൽ അമ്മയും കുഞ്ഞനുജത്തിയും തനിച്ചാണ്. കാട്ടിനടുത്താണ് അവർ താമസിക്കുന്നതെന്നുള്ള കാര്യവും നമ്മൾ ഓർക്കുക. ഓക്കെ, നെക്സ്റ്റ്. Baldio wondered whether the lamp on the signal post was still a light. Baldio wondered. Baldio എന്ത് ചെയ്തു, അതിശയിച്ചു. Whether the lamp on the signal post was still alive. ഇപ്പോഴും ആ സിഗ്നൽ പോസ്റ്റില് വിളക്ക് ഉണ്ടായിരുന്നോ, എന്നുവെച്ചാൽ അത് കത്തി നിൽപ്പുണ്ടായിരുന്നോ എന്നുള്ളതിനെ കുറിച്ച് അവൻ അതിശയിച്ചു. ഗാദറിംഗ് ഹിസ് ഷോൾ ക്ലോസർ അബൌട്ട് ഹിം. അവന്റെ നേർക്ക്, അവന്റെ ശരീരത്തിലേക്ക് ആ ഷോൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ഹി സ്റ്റംബിൾഡ് ഓൺ. അവൻ എന്ത് ചെയ്ത്, കാൽ വഴുതി വളരെ ബുദ്ധിമുട്ടോടെ നടന്നു. സംടൈംസ് അലോങ് ദ റെയിൽസ്. ചിലപ്പോൾ നടന്നു പോകുന്നത് പാളത്തിന് മീതെ കൂടിയായിരിക്കും. സംടൈംസ് അലോങ് ദ ബള്ളാസ്, അല്ലെങ്കിൽ ആ പാളത്തിൽ ഇട്ടിരിക്കുന്ന ഉരുളൻ കല്ലുകൾ പുറത്ത് ചവിട്ടിക്കൊണ്ടായിരിക്കാം അവൻ നടന്ന് പോയിക്കൊണ്ടിരുന്നത്. ബള്ളാസ്റ്റ് എന്നുവെച്ചാൽ ഉരുളൻ കല്ല്. He longed to get back to his warm corner in the hut. അവൻ ഇങ്ങനെ നടക്കുമ്പോഴും പാവം ആഗ്രഹിച്ചു to get back, പെട്ടെന്ന് തിരികെ വരണം, to his warm corner in the hut, ആ കുടിലിലെ ആ ഊഷ്മളമായ ആ മൂലയിലേക്ക്, എന്നുവെച്ചാൽ ചൂടുള്ള തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ ഉള്ള ആ കൊച്ചു കുടിലിലേക്ക് തിരിച്ചെത്തുവാൻ അവൻ ആഗ്രഹിച്ചു, എത്രയും പെട്ടെന്ന്. The airiness of the place was increased by the neighboring hills which overhung the main line threateningly. The airiness, ഭീകരമായ അന്തരീക്ഷം, of the place, ആ സ്ഥലത്തെ, was increased, വർദ്ധിച്ചിരുന്നു, by the neighboring hills, ആ സമീപത്തുള്ള കുന്നുകളാൽ, which overhung, ആ കുന്നുകൾ ഇങ്ങനെ തൂങ്ങി നിൽപ്പുണ്ടായിരുന്നു, over the main line threateningly, ആ പ്രധാന ലൈനിന് മുകളിലായി ഭീഷണിപ്പെടുത്തിക്കൊണ്ട് എന്ത്, ആ കുന്നുകൾ ഇങ്ങനെ തൂങ്ങി നിൽപ്പുണ്ടായിരുന്നു. ഇതൊക്കെ ആ പ്രദേശത്തെ ഭീകരമായ അന്തരീക്ഷത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഓൺ എൻറ്ററിങ് വിത്ത് ദ കട്ടിംഗ്, ആ കട്ടിങ്ങിലേക്ക്, എന്നുവെച്ചാൽ ആ ടണലിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ആ കട്ടിങ്ങിലേക്ക് പ്രവേശിച്ചപ്പോൾ, with its sheer rock walls towering above the rails, ആ പാളങ്ങളുടെ മുകളിലായിട്ട്, above the rails, ഇരുവശത്തായിട്ട് ഇങ്ങനെ കുത്തനെ 2 ഭാഗങ്ങളിലായിട്ട് ഉയർന്നു നിൽക്കുന്ന പാറ കൊണ്ടുള്ള ഭിത്തികളും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, കാണാൻ സാധിക്കും. ആ കട്ടിങ്ങിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത്
ബാൽദിയോ കുഡ് നോട്ട് ഹെൽപ്പ് തിങ്കിങ്. ബാൽദിയോയ്ക്ക് ചിന്തിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അബൌട്ട് ദ വൈൽഡ് ആനിമൽസ് ഹി മൈറ്റ് എൻകൗണ്ടർ. ഒരുപക്ഷെ തനിക്ക് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നേക്കാവുന്ന വന്യമൃഗങ്ങളെ കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ അവന് കഴിഞ്ഞില്ല. ആ കട്ടിങ്ങിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് he had heard many tales. അവൻ ഒരുപാട് കഥകൾ കേട്ടിരുന്നു. ഓഫ് ദ ഫേമസ് ടണൽ ടൈഗർ. പ്രശസ്തമായ ആ ടണലിലെ ടൈഗറിനെ കുറിച്ച്. മാൻ ഈറ്റർ. നരഭോജിയെ കുറിച്ച്. വിച്ച് വാസ് സപ്പോസ് ടു ഫ്രീക്വന്റ് ദിസ് സ്പോട്ട്. ഈ സ്ഥലത്ത് മിക്കപ്പോഴും കാണാറുണ്ട് എന്ന് കരുതപ്പെടുന്ന ഈ നരഭോജിയെ കുറിച്ച്, അതേ കണക്ക് ടണലിലെ ടൈഗറിനെ കുറിച്ചുള്ള കഥകളൊക്കെ അവൻ കേട്ടിരുന്നു. പക്ഷേ he hardly believed these stories. പക്ഷേ അവൻ ഈ കഥകളൊന്നും വിശ്വസിച്ചിരുന്നില്ല. Since his arrival at this place a month ago. ഒരു മാസം മുമ്പാണ് അവൻ ഈ സ്ഥലത്ത് എത്തിച്ചേർന്നിരുന്നത്. അന്നു മുതൽ he had not seen or even heard a tiger. ഒരു കടുവയെ അവൻ കണ്ടിട്ട് പോലുമില്ല, അല്ലെങ്കിൽ അതിൻ്റെ കരച്ചിൽ അവൻ കേട്ടിട്ട് പോലും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കഥകളൊന്നും അവൻ വിശ്വസിച്ചിരുന്നതേ ഇല്ല. There had of course been panthers. അവിടെ തീർച്ചയായിട്ടും പുള്ളിപ്പുലികൾ ഉണ്ടായിരുന്നു. And only a few days ago, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, the villagers had killed one. villagers, ഗ്രാമവാസികൾ ഒരെണ്ണത്തെ കൊന്നിരുന്നു. with their spears and axes. അവരുടെ കുന്തങ്ങളും കോടാലികളും കൊണ്ട് ഒരെണ്ണത്തെ കൊന്നിരുന്നു. ബാൽദിയോ had occasionally heard. ബാൽദിയോ മിക്കപ്പോഴും കേട്ടിരുന്നു. the sawing of panther. ഈ പാന്തറിന്റെ, ഈ പുള്ളിപ്പുലിയുടെ ആ നിലവിളി ശബ്ദം, അല്ലെങ്കിൽ കരയുന്ന ശബ്ദം. calling to its mates. തൻ്റെ ഇണയെ വിളിക്കുന്നതായിട്ടുള്ള ആ കരയുന്ന തരത്തിലുള്ള ശബ്ദം മിക്കപ്പോഴും നമ്മുടെ ബാൽദിയോ കേട്ടിട്ടുണ്ട്. ബട്ട് they had not come near the tunnel or shed. ആ ടണലിന് സമീപത്തോ അല്ലെങ്കിൽ ഇവർ താമസിക്കുന്ന ഷെഡിന് സമീപത്തോ ഒന്നും ഇവ വന്നിരുന്നില്ല. ബാൽദിയോ വാക്ക് കോൺഫിഡൻ്റ്ലി. വളരെ ആത്മവിശ്വാസത്തോടെയാണ് നമ്മുടെ ബാൽദിയോ നടന്നു പോകുന്നത്. ഫോർ ബീയിങ് എ ട്രൈബൽ ഹിംസെൽഫ്. അവൻ ഒരു ആദിവാസി എന്ന നിലയിൽ ഹി വാസ് യൂസ്ഡ് ടു ദ ജംഗിൾ. അവന് ഈ കാട് സുപരിചിതമാണ്. ആൻഡ് ഇറ്റ്സ് വേസ്. അതിൻ്റെ വഴികളും വളരെ പരിചിതമാണ് നമ്മുടെ ബാൽദിയോയ്ക്ക്. ലൈക്ക് ഹിസ് ഫോർ ഫാദേഴ്സ്. തൻ്റെ പിതാമഹന്മാരെ പോലെ. ഹി ക്യാരിഡ് എ സ്മോൾ ആക്സ്. അവൻ എപ്പോഴും അവനോടൊപ്പം ഒരു ചെറിയ ആക്സ് വഹിച്ചിരുന്നു. ഫ്രാജൈൽ ടു ലുക്ക്. കണ്ടാൽ അത് പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്ന നിസ്സാരമായ ഒരു കോടാലിയാണെന്നേ തോന്നുകയുള്ളൂ. ബട്ട് ഡെഡ്ലി ദെൻ ഇൻ യൂസ്. ഉപയോഗിക്കുമ്പോൾ അറിയാം അത്രയ്ക്കും മാരകമാണ് ഈ കോടാലി എന്നുള്ളത്. ഇതുമായിട്ടാണ് നമ്മുടെ ബാൽദിയോ ആ കാട്ടിലൂടെ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആ സിഗ്നൽ ലാമ്പിന് അടുത്തേക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ഇപ്പോൾ പഠിച്ചതിൻ്റെ മെയിൻ പോയിന്റ് പറയുന്നു, ശ്രദ്ധിക്കൂ. ബാൽദിയോ walked along the rails and sometimes along the ballast with much difficulty. വളരെ പ്രയാസത്തോടെ നമ്മുടെ ബാൽദിയോ ചില സമയത്ത് റെയിലിന് മുകളിലൂടെ, ചിലപ്പോൾ
ഉരുളൻ കല്ലുകളുടെ പുറത്തുകൂടി ചവിട്ടി ബുദ്ധിമുട്ടോടെ ദാ നടന്നു പോകുന്നു. ഓൺ എൻറ്ററിങ് ദ കട്ടിംഗ് ഓഫ് ദ ടണൽ, ആ ടണലിൻ്റെ ആ കട്ടിങ്ങിൽ അവൻ പ്രവേശിച്ചപ്പോൾ, ഹി തോട്ട് അബൌട്ട് വൈൽഡ് ആനിമൽസ്, അവൻ വന്യമൃഗങ്ങളെ കുറിച്ച് എന്ത് ചെയ്തു? ചിന്തിച്ചു. ദോ ഹി ഹേർഡ് മെനി സ്റ്റോറീസ് അബൌട്ട് ദം, അവരെ കുറിച്ച് ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ടെങ്കിലും ഹി ഡിഡ് നോട്ട് ബിലീവ്, അവൻ അതൊന്നും വിശ്വസിച്ചില്ല. ഹി വാക്ക് വെരി കോൺഫിഡൻ്റ്ലി, അവൻ വളരെ ആത്മവിശ്വാസത്തോടെ നടന്നു. ഹി വാസ് യൂസ്ഡ് ടു ദ ജംഗിൾ ആൻഡ് ഇറ്റ്സ് വേസ്, ആ കാടും അവിടുത്തെ വഴികളും അവന് സുപരിചിതമായിരുന്നു. ഹി ഓൾവേസ് ക്യാരിഡ് എ സ്മോൾ ആക്സ് വിത്ത് ഹിം, എപ്പോഴും അവൻ ഒരു ചെറിയ കോടാലി അവനോടൊപ്പം വഹിച്ചിരുന്നു. ലൈക്ക് ഹിസ് ഫോർ ഫാദേഴ്സ്, ആരെപ്പോലെ? തൻ്റെ പിതാമഹന്മാരെ പോലെ. ദാറ്റ് ഗിവ് ഹിം മച്ച് കോൺഫിഡൻസ്, അത് അവന് കൂടുതൽ ആത്മവിശ്വാസം നൽകുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗം നല്ലതുപോലെ വീട്ടിലിരുന്ന് വായിക്കുക. ഓക്കെ, we will meet soon with the same chapter. Bye.